ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് സീക്രട്ട് ലവർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ടായ ഒരു തായ്വാനീസ് ബിയൽ ഡ്രാമയാണ്. കുട്ടിക്കാലം തൊട്ടേ ഒരുമിച്ചുണ്ടായിരിക്കുന്ന രണ്ട് ഫ്രണ്ട്സ് അവർ തമ്മിൽ ഫീലിങ്സ് ഒക്കെ ഡെവലപ്പായിട്ട് ഇഷ്ടത്തിലാവുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു സീരീസാണിത്. സോ നമുക്ക് നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സീരീസിൻ്റെ രണ്ട് ഹീറോസും. ഒരാളുടെ പേര് ജുൻഷി എന്നാണ്, നമുക്ക് ആളെ ഷോർട്ടായിട്ട് ജുൻ എന്ന് വിളിക്കാം. ജുന്നും ടുവോയും ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് ഒരു ബാത്റൂമിലേക്ക് വന്ന് ഇന്ന് കിസ് ചെയ്യുന്നതാണ്. അവിടുന്ന് സീൻ കട്ടായിട്ട് നേരെ ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു കുട്ടികളായിരുന്ന ടൈമിന് ആ സമയത്ത് ഈ ടുവോയിന് നമ്മുടെ ജുന്നിന് പരിചയം ഉണ്ടായിരുന്നില്ല. ജുന്നും പിന്നെ വേറൊരു പെങ്കുച്ചുണ്ട് ലിയു. ഇവർ രണ്ടുപേരും അടുത്തടുത്തൊക്കെ താമസിക്കുന്നവരാണ്. ഇപ്പോൾ ജുന്നും ലിയും കൂടെ ആയിട്ട് പാർക്കിലേക്ക് കളിക്കാൻ വരുന്ന ടൈമിനാണ് അവിടെ ടുവോ ഒറ്റയ്ക്കിരിക്കുന്ന കാണുന്നത്. അവനെ കാണുന്നതും നമ്മുടെ ജുന്നും ലിയും കൂടെ ആയിട്ട് വന്നിട്ട് ഇവൻ്റെ ചോദിക്കുന്നുണ്ട് പേരെന്താ, നീ ആരാന്നൊക്കെ. ആ സമയം ലിയു പറയുന്നുണ്ട് മേ ബി നമ്മുടെ വീട്ടിനടുത്ത് പുതിയ താമസക്കാർ വന്നില്ലേ, ആ പയ്യനാണ് ഇതെന്ന് തോന്നുന്നതെന്ന്. അങ്ങനെ അന്ന് തൊട്ടാണ് ഇവരെല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത്. ജുന്നും ടുവോയും ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമല്ല, വേണമെങ്കിൽ പല കാര്യത്തിൽ ശത്രുക്കളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ത് നടന്നാലും ഇവർ തമ്മിൽ ഒന്നെ തന്നെ സ്റ്റോൺ പേപ്പർ സീസറും കളിക്കും. അതിലാണെങ്കിൽ എപ്പോഴും ഒരിക്കൽ പോലും ജയിക്കാതെ തോറ്റുകൊണ്ടിരിക്കുന്നത് ജുന്നാണ്. ടുവോ തന്നെ എല്ലാത്തിലും ജയിക്കുകയും ചെയ്യും, അവൻ തന്നെ എല്ലാം നേടിയെടുക്കുകയും ചെയ്യും. അതിപ്പോൾ കളിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് ക്രഷ് തോന്നിയിട്ട് ആരാദ്യം അവളെ പോയി പ്രപ്പോസ് ചെയ്യുന്നൊക്കെ പറയുന്ന കാര്യത്തിലാണെങ്കിലും. പിന്നെ വലുതായി ഒരു കോളേജിലെത്തുന്ന ടൈമിനായാൽ പോലും ടുവോ ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുന്നുണ്ട്. അവൻ ഒത്തിരി ഗേൾസിനെ ഡേറ്റ് ചെയ്യുന്നുണ്ട്. ജുന്നും ടുവോയും ലിയും എല്ലാം ഒരുമിച്ച് ഒരു കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. അതിൽ ടുവോ മാത്രമാണ് വേറെ ഏതോ കോഴ്സ് എന്തോ പഠിക്കുന്നത്. ലിയും പിന്നെ ജുന്നും കൂടെ ആയിട്ട് ഒരുമിച്ച് തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടും ഒരുമിച്ച് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ എന്തോ കോഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജുന്നാണെങ്കിൽ ഈ ചെയ്യുന്നതെല്ലാം തെറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവൻ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ എന്തൊക്കെയോ ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിയുവിൻ്റെ അടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ലിയു ആണെങ്കിൽ അവൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ നോക്കുന്ന സമയത്ത് ജുന്നാണെങ്കിൽ ലിയുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജുന്നിന് ലിയുവിൻ്റെ അടുത്ത് ഒരു ക്രഷ് ഉണ്ട്. അതേസമയം ടുവോ ആണെങ്കിൽ പുറത്ത് ആ ഒരു ക്ലാസ്സിൻ്റെ അത് വഴി പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതും അവൻ കാണുന്നുണ്ട്. അവൻ്റെ പുറകെ തന്നെ ഒരു പെങ്കുച്ചും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സംഭവം ജുന്നും ലിയും ശ്രദ്ധിച്ചിട്ട് ലിയു പറയുന്നുണ്ട് ക്ലാസ് തുടങ്ങിയിട്ട് ഒരു വർഷമായില്ല, അതിനു മുന്നേ തന്നെ അവൻ്റെ പുറകെ എത്ര പെൺപിള്ളേരാ, ഇതിപ്പോൾ എത്രാമത്തെ പെങ്കുച്ചാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും 4ാമത്തെ പെങ്കുച്ചാണെന്ന് ജുന്നു പറയുന്നുണ്ട്. അതിനുശേഷം ജുന്നാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടുവോയുടെ അടുത്ത് നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, എനിക്കാണെങ്കിൽ ലിയുവിൻ്റെ അടുത്ത് എൻ്റെ ഇഷ്ടം തുറന്ന് പറയണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ് 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 എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ടുവോ പറയാണ് നമ്മൾ ഫ്രണ്ട്സ് ആവുന്നതിന് മുന്നേ തന്നെ നീയോ അവൾ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, അപ്പോൾ അവൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ, അങ്ങോട്ട് പോയി പറയാൻ പറയുമ്പോൾ ജുന്നു പറയുന്നുണ്ട് നീയാണെങ്കിൽ എന്തുമാത്രം പെൺകുട്ടിയല്ലേ ഡേറ്റ് ചെയ്തതാ, അപ്പം നിനക്ക് നന്നായിട്ടെല്ലാം അറിയാമായിരിക്കുമല്ലോ, എനിക്കാണെങ്കിൽ ഒരൊറ്റ ഗേൾ ഫ്രണ്ട് പോലും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ എനിക്കിതൊന്നും പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ടുവോ ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്തില്ല. ആ സമയം ഇനി ഞാൻ ഒന്നും ചോദിക്കത്തില്ല, അവസാനമായിട്ട് ചോദിക്കുക പ്ലീസ് പ്ലീസ് എന്ന് പറയും. പിന്നെയും പുറകെ അടക്കുമ്പോൾ ടുവോ പറയുന്നുണ്ട് നീ എപ്പോഴും ഇത് തന്നെയാണല്ലോ പറയുന്നതെന്ന്. എന്നാൽ ജുന്നാണെങ്കിൽ ഇല്ല ഇല്ല ഇതിപ്പോൾ സീരിയസ് ആയിട്ട് പറയാം, ഇനി ഞാൻ ഒന്നും ചോദിച്ചു വരത്തില്ല, ഇതിൻ്റെ അവസാനത്തെ ആഗ്രഹം ഒന്ന് ചെയ്തു തരാനായിട്ട് പറഞ്ഞിട്ട് അവന് പുറകെ നടക്കുന്നുണ്ട്. അതിനുശേഷം ടുവോയും ജുന്നും കൂടെ ആയിട്ട് നേരെ വരുന്നത് ജുന്നിൻ്റെ പാരൻസിൻ്റെ അടുത്തേക്കാണ്. അവർക്ക് രണ്ടുപേർക്കും ഒരു ഫ്രൂട്ട് ഷോപ്പുണ്ട്. സോ അങ്ങോട്ടേക്കാണ് വന്നേക്കുന്നത്. അവിടെ വന്നിട്ട് രണ്ടുപേരും കൂടെ ആയിട്ട് പാരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജുന്നിൻ്റെ പാരൻസിന് അവനെക്കാൾ കൂടുതൽ ഇഷ്ടം ടുവോയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ജുന്നു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടേന്ന്. ആ സമയം അവരാണെങ്കിൽ നീ ഇവനെ കണ്ടുപിടിക്കുക, എന്തുമാത്രം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ചെക്കനാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടുവോനെ പൊക്കി പൊക്കി പറയുന്നുണ്ട്. എന്നിട്ട് അമ്മയാണെങ്കിൽ ജുന്നിനോട് പറയുന്നുണ്ട് നീ വീട്ടിലേക്ക് പോക്കോ, നിനക്ക് കഴിക്കാനുള്ള ഫുഡാണെങ്കിൽ ഞങ്ങൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ട് കൊണ്ടുതരാം. അതും പറഞ്ഞ് അമ്മയാണെങ്കിൽ ഓൺലൈൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കോൾ ചെയ്യുകയാണ്. എന്നാൽ ആ സമയം പെട്ടെന്ന് ജുന്നാണെങ്കിൽ ഫോൺ വാങ്ങിച്ചിട്ട് അവന് വേണ്ടത് അത്രയും ഓർഡർ ചെയ്തിട്ട് കോൾ കട്ട് ചെയ്യുകയാണ്. ജുന്നിൻ്റെ അച്ഛനപ്പോൾ നിനക്ക് മാത്രം കഴിച്ചാൽ മതിയോ, ഞങ്ങൾക്കും കൂടെ കഴിക്കണ്ടേ, ഞങ്ങൾക്കുള്ള എന്താ ഓർഡർ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ അത് പിന്നെ മറന്നുപോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ടുവോയും ജുന്നും കൂടെ ആയിട്ട് നേരെ ജുന്നിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. എന്നിട്ട് അവനാണെങ്കിൽ എങ്ങനെ പ്രപ്പോസ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഡൗട്ടും ചോദിച്ചുകൊണ്ട് വരരുതെന്ന് പറയുന്നുണ്ട്. ജുന്നാണെങ്കിൽ ഓക്കെ ഓക്കെ ഞാനാണെങ്കിൽ ഒരു ഡൗട്ടും ചോദിക്കത്തില്ല, ഞാൻ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്നോളാം എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ടുവോ ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയി വരുന്നുണ്ട്. അപ്പോൾ ജുന്നിന് എന്തൊക്കെയോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാമെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ പതുക്കെ എഴുന്നേറ്റ് മാറിയിരിക്കുന്നുണ്ട്. ആ സമയം ടുവോ ആണെങ്കിൽ ഓക്കെ നിനക്ക് എന്നാണ് പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ആ ഒരു വെൽക്കം പാർട്ടി ഉണ്ടല്ലോ കോളേജിലെ, അത് കഴിയുന്നതിൻ്റെ അന്ന് തന്നെ എനിക്ക് പ്രപ്പോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടുവോ നിനക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിനക്കാണെങ്കിൽ സ്കൂൾ ടൈം തൊട്ടേ ഓരോരോ ഗേൾ ഫ്രണ്ട്സ് മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നാൽ എനിക്കാണെങ്കിൽ ഇതുവരെ ഒരൊറ്റ ഗേൾ ഫ്രണ്ട് പോലും ഇല്ല, ഞാനാണെങ്കിൽ ഇവിടെ സീറോയിൽ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. സമയം ടുവോ ആണെങ്കിൽ നിനക്ക് എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെനിക്ക് അറിയത്തില്ല എന്ന് ജുന്നു പറയുന്നുണ്ട്. ടുവോ അപ്പോൾ എങ്കിൽ ഒരു കാര്യം ചെയ്യ്, നാളെ 4 മണിയാകുമ്പോഴത്തേക്കും നീ തിയേറ്ററിലോട്ട് വാ, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്തിനാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ തിയറി മാത്രം പഠിച്ചാൽ പോരല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ടുവോ പോകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ജുന്ന് തിയേറ്ററിൽ എത്തുന്ന സമയത്ത്
അവിടെ ഓൾറെഡി ടുവോ എത്തിയിട്ടുണ്ടായിരുന്നു. ടുവോയുടെ അടുത്ത് രണ്ട് പെൺകുട്ടികൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ജുന്നിനെ കാണുമ്പോൾ ടുവോ അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ജുന്നു പറയുന്നുണ്ട്, ഓ ഇത്രയും സുന്ദരനായി കഴിഞ്ഞാൽ പെൺപിള്ളേർ എല്ലാവരും പുറകെ വരുമല്ലേ എന്ന്. ടുവോ അപ്പോൾ അവനെടുത്ത സിനിമയുടെ ടിക്കറ്റ് ജുന്നിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ രണ്ട് സയൻസ് ഫിക്ഷൻ മൂവിയുടെ ടിക്കറ്റ്സ് ആയിരുന്നു. അപ്പം നമ്മുടെ ജുന്നു ചോദിക്കുന്നുണ്ട്, അല്ല നമ്മളിപ്പോൾ ഒരു ഡേറ്റിന് വന്നേക്കുന്ന പോലെയല്ലേ വരുന്നത്, അപ്പോൾ നമ്മൾ റൊമാൻറ്റിക് മൂവീസ് അല്ലേ ചൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ടുവോ ആണെങ്കിൽ നിനക്ക് എങ്ങനത്തെ സിനിമാസാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്ക് സയൻസ് ഫിക്ഷനാണ് ഇഷ്ടം എന്നിങ്ങനെ പറയുന്നുണ്ട്. പറഞ്ഞു കഴിയുമ്പോഴാണ് ജുന്നിൻ്റെ കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ ജുന്നു ടുവോയുടെ അടുത്ത് പറയുന്നുണ്ട്, ഓ എനിക്ക് മനസ്സിലായി, ഞാനാണെങ്കിൽ ഈ ലിയുവിനെയും കൊണ്ട് തിയേറ്ററിലോട്ട് വരുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സിനിമാസ് വേണമെങ്കിൽ ഞാൻ ചൂസ് ചെയ്യാൻ, റൊമാൻസ് മാത്രമല്ല എന്നല്ലേ നീ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ടുവോ അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും തിയേറ്ററിനകത്തേക്ക് കയറി ഇരുന്ന് കാണുന്നുണ്ട്. സയൻസ് ഫിക്ഷൻ മൂവിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇൻറ്റിമേറ്റ് സീൻസ് നല്ലതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ടുവോയുടെ അടുത്ത് ജുന്നു ചോദിക്കുന്നുണ്ട്, ഇതെന്താ സയൻസ് ഫിക്ഷൻ മൂവിയായിട്ട് ഇത്രയും സീൻസ് എന്നൊക്കെ. അങ്ങനെ അതും പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിന് ടുവോയുടെ കൈയാണെങ്കിൽ ജുന്നിൻ്റെ കാലിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഇവൻ കഴിച്ചുകൊണ്ടിരുന്ന പോപ്കോണിൽ നിന്ന് 2-3 അങ്ങോട്ടേക്ക് വീണിട്ടുണ്ടായിരുന്നു. സോ അവനത് എടുക്കാനാണ് കൈ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ആ ഒരു ടൈമിന് എന്തൊക്കെയോ ജുന്നിന് ഫീൽ ആവുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു ഫീലിംഗ് ഒക്കെ വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതാണെങ്കിൽ ടുവോ മനസ്സിലാക്കാതിരിക്കാനായിട്ട് അവൻ പതുക്കെ പതുക്കെ ചരിഞ്ഞും മറഞ്ഞും ഒക്കെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ടുവോയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സിനിമ കഴിയുമ്പോഴത്തേക്കും ജുന്നാണെങ്കിൽ വാഷ്റൂമിൽ വരുമ്പോൾ ടുവോ വന്നിട്ട് നീ ഓക്കെ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ജുന്നപ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും ടുവോയ്ക്ക് അവൻ തീരെ ഓക്കെ അല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ അവൻ്റെ പാൻറ്റിലേക്കൊന്ന് നോക്കുന്നുണ്ട്. ആ സമയം ജുന്നാണെങ്കിൽ എന്താ ഇങ്ങനെ നോക്കുന്നത്, അതെല്ലാവർക്കും സംഭവിക്കുന്ന സ്വാഭാവിക കാര്യമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ പെട്ടെന്ന് ടുവോ ജുന്നിനെ വിളിച്ചുകൊണ്ട് ഒരു ബാത്റൂമിനകത്തേക്ക് കയറുവാണ്. ആ സമയം ജുന്നാണെങ്കിൽ ഇനി എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് അങ്ങോട്ടേക്ക് വേറെ 2 പയ്യന്മാർ കയറി വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഒരു ബാത്റൂമിൽ നിൽക്കുന്നത് ആ ഒരു പയ്യന്മാർ അറിയാതിരിക്കാനായിട്ട് രണ്ടുപേരും മിണ്ടാതിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ടുവോ ആണെങ്കിൽ ജുന്നിനെ കിസ് ചെയ്ത് തുടങ്ങുകയാണ്. ഈ ഒരു സീനായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. കിസ് ചെയ്യുന്ന ടൈമിന് പെട്ടെന്ന് ടുവോനെ ആണെങ്കിൽ ജുന്ന് തടയുന്നുണ്ട്. ആ ടൈമിന് ആ പയ്യന്മാർ എന്തൊരു ശബ്ദം കേൾക്കുന്നവരെ അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ടുവോ ആണെങ്കിൽ വീണ്ടും ജുന്നിനെ കിസ് ചെയ്യുകയാണ്. ജുന്നാണെങ്കിൽ എന്താ ചെയ്യുന്നത് നിർത്താൻ പറയുമ്പോൾ ടുവോ ആണെങ്കിൽ നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചിട്ട് വീണ്ടും കിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജുന്ന് തടയുന്നൊന്നുമില്ല, ചെറുതായിട്ട് അവർ തമ്മിൽ അവിടെ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ വീട്ടിൽ ഒരുമിച്ച് നടന്നു പോകുന്ന ടൈമിന് ടുവോയുടെ അടുത്ത് നിന്ന് ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ട് കുറച്ച് സ്പീഡിനാണ് ജുന്ന് നടന്നു പോകുന്നത്. ആ സമയം ലിയു അങ്ങോട്ടേക്ക് വന്നിട്ട് രണ്ടുപേരും ഇത് എവിടെ പോയതാ, ഫോൺ പോലും എടുക്കാതെയാണല്ലോ പോയത്, ഞാൻ എവിടെയൊക്കെ നോക്കി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ടുവോ ആണെങ്കിൽ അത് പിന്നെ ഞങ്ങളൊരു സിനിമ കാണാൻ പോയതാണെന്ന് പറയാണ്. ജുന്നപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ലിയു ആണെങ്കിൽ പോലെ നമ്മളിപ്പോൾ ഫ്രണ്ട്ഷിപ്പായിട്ട് 10 വർഷമായില്ലേ, അപ്പോൾ അതിൻ്റെ ട്രിപ്പായിട്ട് നമുക്ക് ബീച്ചിലോട്ട് പോകുന്നത് ഈ ആഴ്ചയല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് തീരുമാനിക്കാനുണ്ടെന്ന് പറയാണ്. ആ സമയം പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചോ, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ജുന്ന അവിടെ നിന്ന് പോകുന്നുണ്ട്. ലിയു ആണെങ്കിൽ ടുവോയുടെ അടുത്ത് അവനിത് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ടുവോ ആണെങ്കിൽ അത് പിന്നെ സിനിമ ഭയങ്കര ബോറിംഗ് ആയിരുന്നു, മേ ബി കണ്ടിട്ട് അവൻ അടുത്താണോ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് അവരാണെങ്കിൽ ഒരു ബീച്ചിലേക്ക് വരുന്നതാണ്. വരുമ്പോൾ തന്നെ ലിയു ഭയങ്കര ഹാപ്പിയാണ്. എന്നാൽ ടുവോയ്ക്കും ജുന്നിനും വലിയ എക്സ്പ്രഷനൊന്നുമില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആനിവേഴ്സറി ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സെയിം സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇതൊന്നും ബാക്കി രണ്ടുപേർക്കും ഇല്ല. അവർ നടന്നു പോകുന്ന സമയത്ത് ജുന്നിൻ്റെ കയ്യിൽ ലഗേജ് താഴേക്ക് വീഴുന്നുണ്ട്. അവനത് എടുത്ത് വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോൾ ടുവോ ആണെങ്കിൽ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ജുന്നാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് മാറിയിക്കാണ്. വേണ്ട കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ ടുവോ പോയിട്ട് ആ ഒരു സ്യൂട്ട് കേസ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് അവർ നടന്നു പോവാണ്. അതിനുശേഷം അവരെല്ലാവരും ബീച്ചിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ലിയു ആണെങ്കിൽ വോളിബോളൊക്കെ കളിക്കുന്ന ടൈമിന് അവിടെ വേറെ കുറച്ച് പയ്യന്മാരോടാണ് കളിക്കുന്നത്. അപ്പോൾ ടുവോയും പിന്നെ ജുന്നും അടുത്തടുത്തായിരുന്നു ഇരിക്കുന്നത്. ടുവോ പറയുന്നുണ്ട്, നീയാണെങ്കിൽ കളിക്കാൻ പോകുന്നില്ലേ, അവളെ വേറെ ഏതെങ്കിലും ചെക്കന്മാരെ വളച്ചെടുക്കും, നിനക്ക് പേടിയില്ലേന്ന്. ആ സമയം ജുന്നാണെങ്കിൽ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ടുവോ ആണെങ്കിൽ വെയിറ്റ് നീയാണെങ്കിൽ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ നിനക്ക് സൺബേൺ ആവും, ഞാൻ നിനക്ക് ഇട്ട് തരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ സമയം തന്നെ ലിയു ആണെങ്കിൽ കളിക്കാൻ വിളിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം 3 പേരും ഒരിടത്തേക്ക് വന്നിരിക്കുന്ന സമയത്ത് ലിയു ആണെങ്കിൽ അവർ മുന്നിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സെൽഫി എടുക്കുന്നുണ്ട്. ആ സമയം ജുന്നു ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ നീ എപ്പോഴും ചെയ്യുന്നതല്ലേ, നീ മടുത്തില്ലേന്ന്. ആ സമയം അവളാണെങ്കിൽ ഇല്ല, നമ്മൾ മുതൽ ആദ്യം ഒരുമിച്ചെടുത്ത ഫോട്ടോ പോലും എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ 3 പേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് 10 വർഷമായി, ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന്. പക്ഷേ ടുവോയും ജുന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല ആ ഒരു കിസ്സൊക്കെ ചെയ്തതിന് ശേഷം. അതാണെങ്കിൽ ലിയുവിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ലിയുവിന് കാരണം അറിയാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും എന്ത് കാര്യത്തിന് ഇങ്ങനെ അടിയുണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ രണ്ടുപേരും ഞങ്ങൾ അടിയുണ്ടാക്കുന്നില്ല എന്ന് ഒരുപോലെ പറയാനില്ല. ലിയു അപ്പോൾ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇവരാണെങ്കിൽ താമസിക്കാനായിട്ട് എടുത്ത ഒരു വീട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ലിയു എന്നിട്ട് 2 കീ എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, 2 ബെഡ്റൂം ഉണ്ട്, എപ്പോഴത്തെയും പോലെ തന്നെ ഒരു ബെഡ്റൂം ഞാൻ എടുക്കും, അടുത്ത ബെഡ്റൂം നിങ്ങൾ ഷെയർ ചെയ്തെടുക്കണം, ഏത് റൂം വേണമെന്ന്. അപ്പോൾ രണ്ടുപേരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ലിയു ആണെങ്കിൽ
വേണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കീ എടുത്ത് ടുവോയുടെ കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടു ആണെങ്കിൽ ലഗേജൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ട് മുകളിലെ റൂമിലേക്ക് പോവാണ്. ലിയോ അപ്പോൾ ജുനിൻ്റെ അടുത്ത് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം, എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലാന്ന് ജുന്നു പറയുന്നുണ്ട്. ആ സമയം ലിയോ പിന്നെന്താ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കാതെ ഒരുമാതിരി ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജുന്നിനാണെങ്കിൽ ഞങ്ങൾ കിസ് ചെയ്തതുകൊണ്ടാണ് എന്നിങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ഒരു സെക്കൻഡ് മിണ്ടാതിരുന്നിട്ട് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയിരിക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പെട്ടെന്ന് സോൾവ് ചെയ്തേക്കും. എന്ത് പ്രശ്നം ഉണ്ടായാലും ഫസ്റ്റ് ടുവോ ആണ് നിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് മിണ്ടാനായിട്ട് വരുന്നത്, നീ പോയില്ലെങ്കിലും. കുഞ്ഞിലെ തൊട്ടേ അവനാണെങ്കിൽ ആരുടെ മിണ്ടാറില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവനെ ഒന്ന് സംസാരിപ്പിച്ചെടുത്തതെന്ന് നിനക്കറിയാമല്ലോ. എങ്ങാനും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം വഷളായിട്ട് അവനെങ്ങാനും ഫ്രണ്ട്ഷിപ്പ് നിർത്തി കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഓക്കെ എല്ലാം ഞാൻ സെറ്റ് ആയിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം ടുവോ വരുന്നുണ്ട്. അവളങ്ങനെ രാവിലെ 7 മണിക്ക് എണീക്കണം, ഞാൻ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവാണ്. ടുവോയുടെ അടുത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ജുന്നും ഞാൻ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റൂമിലേക്ക് പോകുന്നുണ്ട്. അവൻ കയറി കുളിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ കുളിച്ചിറങ്ങുന്നതും ടുവോ കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. ടുവോ കുളിച്ചിട്ട് വന്ന ശേഷം നോക്കുന്ന സമയത്ത് ജുന്നു ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം പെട്ടെന്ന് ടുവോ വന്നിട്ട് ജുന്നിനെ അവൻ്റെ അടുത്തേക്ക് തിരിച്ചിങ്ങനെ കിടത്താണ്. ആ സമയം പെട്ടെന്ന് ജുന്നു എഴുന്നേറ്റിട്ട് ടുവോ നീ എന്താ ചെയ്യുന്നത് ഇങ്ങനെ ചോദിച്ചിട്ട് അവൻ്റെ കൈ തട്ടി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആരും പറയാനായിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടാൽ ബൈ.